ഖാസിമി ഉസ്താദിന്റെ പ്രസംഗം വലിയ വിവാദങ്ങൾക്ക് വഴിതിരിച്ചിരിക്കുകയാണ്. എന്തിനാണ് മക്കത്തും മദീനത്തും പോകുന്നത് എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിൽ, ആ മക്കയിലേക്കും മദീനക്കും വലിയ ശ്രേഷ്ഠതയൊന്നുമില്ല എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ. ഒന്നിരിക്കെ പലർക്കും ആ സംശയം അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയല്ലേ എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവാം. കാരണം വഹാബിസമാണല്ലോ ഇന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വഹാബിസമാണല്ലോ അവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, സലഫിസമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞത് മുത്തുനബിയും അതേപോലെ സ്വഹാബത്തൊക്കെ ജീവിച്ച ആ മദീനയെ കുറിച്ചല്ലേ. ഇന്ന് വഹാബിസം ഭരിച്ചുകൊണ്ടിരിക്കുന്ന തവസ്സുലും ഇസ്തിഗാസയും മുത്തുനബിയോടുള്ള സ്നേഹമൊക്കെ എടുത്തു മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ മദീനക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചിലരുടെ മനസ്സിൽ സ്വാഭാവികമെന്നോണം സംശയം ഉണ്ടാവാം. എന്നാൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ വിശാലമായൊരു വാക്കുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, മദീനക്കുള്ള ശ്രേഷ്ഠത, ആ കാലത്തും മദീനയുടെ ശ്രേഷ്ഠത അങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന്.